ബിരിയാണി പൊളിച്ചു പീസോടാ മതി കേട്ടോ. ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു വെക്കുക. റെസിപ്പി ഉണ്ട്, കുറേ അധികം വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്തേക്കാം. മറന്നേ പോകണ്ട കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ മറക്കാതെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പ്ലീസ് മറക്കണ്ട. അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞാനും റഫീക്കും മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ, മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ ഗ്രാസ് ഇല്ലേ നമ്മളെ ഫ്രണ്ടിലല്ലേ, അത് കുറച്ച് ഭാഗം അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സപ്പോർട്ടിൻ്റെ അടിയിലൊക്കെ വെള്ളം വീഴുന്ന വെയിൽ തട്ടാത്ത ആ ഭാഗത്ത് നമ്മൾ ചെയ്ത ഗ്രാസ്. എന്നിട്ട് ഇപ്പോൾ വേറെ ഗ്രാസ് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നട്ട സമയത്ത് നിറച്ച് ചെളിയും മണ്ണും പിന്നെ അത് നനക്കുകയും ചെയ്യുമല്ലോ രണ്ട് നേരത്തായിട്ട്. അപ്പം അങ്ങനെ നനച്ചപ്പോൾ അങ്ങനെ ചെളിയായതാണ് കേട്ടോ. ഇതിങ്ങനെ നടാൻ പറ്റുള്ളൂ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലാണ്. മൊത്തം മണ്ണും ചെളിയായിട്ടുണ്ട് കേട്ടോ മുറ്റം മൊത്തം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലും പരിപാടികളൊക്കെ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് പ്രഷർ വാഷർ അതുള്ളത് കൊണ്ട് ഭയങ്കര ഈസി ആട്ടോ. സാധാരണ ഞാനും റഫീക്കയും അടിച്ച് കഴുകലാണേ. അപ്പോൾ ഇന്ന് അതായതുകൊണ്ട് നല്ല ഈസി ആയിട്ട് പരിപാടി കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ ഗേറ്റൊന്നും അത് അങ്ങനെ ജസ്റ്റ് ഒരു പകുതി വൃത്തിയാകുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും കൂടെ വേണ്ട. അപ്പോൾ അത് ഞാനിപ്പുറത്ത് ചെയ്യുന്നുണ്ട്, റഫീക്ക് അപ്പുറത്ത് ഇത് പിടിച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റം ഇങ്ങനെ കിടന്നിട്ട് നമ്മളകം മാത്രം നന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഇറങ്ങിയതാണേ. അപ്പോൾ ഇന്നിതാ ഈ ഒരു ഇതിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 8:45 വരെ നമ്മൾ ചെയ്തു. പിന്നെ റഫീഖക്ക് പോകാനായിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഇന്ന് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി റഫീഖാനെ പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മൾ റഫീഖ പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ അടുക്കള പെയിൻ്റ് അടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വെള്ളം അടിക്കണം എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരിതാ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേഗം പിന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തെ കിച്ചണിലേക്കും ഹാളിലേക്കൊക്കെ മാറ്റി ടേബിളിൻ്റെ മുകളിലേക്കൊക്കെ കൊണ്ടെടുത്ത് വെച്ച്, പിന്നെ കബോർഡിൻ്റെ ഉള്ളൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് കേട്ടോ പ്രശ്നം. നമ്മൾ പിടിച്ചതോ കൈയിൻ്റെ അടയാളോ അങ്ങനെയൊന്നുമല്ല. മഴ ആയിക്കഴിഞ്ഞാൽ, തണുപ്പായിക്കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് കളർ ഇങ്ങനെ വരും കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കിച്ചൺ മാത്രം കേട്ടോ, അന്ന് വർക്ക് ഏരിയ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരു പരിപാടിയും എൻ്റെ നടക്കൂല. അപ്പോൾ ഇന്നില്ലേ ചെറിയൊരു പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ വിചാരിച്ചു പുഡിങ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തായാലും ഈ ഒരു സമയം ഞാൻ ഫ്രീ ആയിട്ട് വെറുതെ നിൽക്കുക, അപ്പോൾ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു പുഡിങ് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതാ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തു. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന ആ ഒരു മോൾഡിനനുസരിച്ചൊക്കെ എടുത്താൽ മതി. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാലെടുത്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും ബാക്കി പാല് കാച്ചിയ പാലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുള്ളതൊന്നല്ല കേട്ടോ, തണുത്തത് തന്നെ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര എടുത്തോട്ടോ. ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ മധുരത്തിന് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും അങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടെയാണല്ലോ എടുത്തിട്ടുള്ളത്, നിങ്ങൾ കണ്ടല്ലോ. അതാ പഞ്ചസാര ഞാൻ പാകത്തിലുള്ള മധുരത്തിനുള്ളത് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടലൻ എന്താ പറയുക, റിച്ച് പുഡിങ്ങും ആണേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇല്ലേ,
കോക്കനട്ട് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്ന ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ ആക്കിയെടുത്താൽ മതി. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ ഈസിയാണ്. ഇനി അതില്ലെങ്കിൽ തേങ്ങ ആ കറുപ്പ് പെടാതെ ചിരകിയെടുക്കുക. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കളർ മാറരുത്, വൈറ്റ് കളറിൽ തന്നെ നിൽക്കണം, ഒരു ഓഫ് വൈറ്റ് കളർ. എന്നിട്ട് ജസ്റ്റ് മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുതന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, ബ്ലാക്ക് കളർ വരരുത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മധുരമെല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അതവിടെ നമ്മുടെ ആ ഒരു സോസ് ഉണ്ടല്ലോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമ്മൾ അരികല്ലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കൂലേ, വൈറ്റ് പാർട്ട് മാത്രം, അങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് സെറ്റാക്കാൻ അധികം ടൈമും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അതുപോലെ തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ കുറേ നേരമൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരിക എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ അല്ല അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കണേ. അപ്പോഴത്തേക്കും നമ്മൾ പുഡിങ് സെറ്റായി കിട്ടും. അത്ര ഈസിയാണ്. അപ്പോൾ ഇതതിൻ്റെ സൈഡെല്ലാം അരികെല്ലാം ഞാനെടുത്തിട്ട് ബോക്സിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബ്രെഡ് ക്രംസ് ആയിട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട്. അപ്പോൾ ഇതിനേക്കായിട്ട് ഞാൻ പുഡിംഗ് ട്രേ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ബ്രെഡ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ട്രേ ആയാലും കുഴപ്പമില്ല. അതിനനുസരിച്ച് ഇപ്പോൾ റൗണ്ട് ആണെങ്കിലും അതിനനുസരിച്ച് ബ്രെഡ് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പം ഞാൻ ഈ ഒരു ഇതിലേക്ക് കണക്കാക്കിയിട്ടുള്ള സോസുമാണ്, നമ്മൾ ആ ഒരു മിൽക്ക് മിക്സ് ഇല്ലേ അതുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു മിൽക്ക് മിക്സും അതുപോലെ തന്നെ ബ്രെഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറച്ച് ലൂസായിട്ട് ആക്കി വെച്ചാലും കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടും. ഒരുപാടല്ല, അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ നിരത്തി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഒരു വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ബ്രെഡ് കുടിക്കൂലേ അതിലേക്ക് അങ്ങ് അബ്സോർബായിട്ട് പോയിക്കോളും. കുതിരണം കേട്ടോ ബ്രെഡ്. ആ രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത്രയും വേണം, ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് വേണം. എന്നാൽ ഓവറാക്കിയിട്ടും എടുക്കരുത്. നമുക്കിങ്ങനെ ടച്ച് ചെയ്താലും മനസ്സിലാവും അങ്ങനെ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ അത് അവിടെ നിന്ന് സെറ്റായി ബ്രെഡിലെല്ലാം കുതിർന്ന് ഒന്ന് പാകത്തായിട്ട് വരും. പിന്നെ നമ്മൾ ചേർക്കുന്നത് കോക്കനട്ട് ആണല്ലോ, ആ കോക്കനറ്റും അതിൽ നിന്നൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അതിൽ ചേർക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ സെറ്റായിട്ട് വരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തെയും അത് കുതിരാനുള്ളത് ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം അടുത്ത ലെയറും കൂടെ, ഒറ്റ ലെയർ കേട്ടോ, അതായത് 2 എണ്ണം വെച്ച് കൊടുക്കണ്ട. ഇങ്ങനെ ആദ്യം ഒരു ലെയർ പിന്നെ ഒരു ലെയർ. ഇനി അതിനിടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് കാര്യങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇടയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ബാക്കിയുള്ള സോസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലും കൂടെ ഞാനൊന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസി അല്ലേ, ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റും കേട്ടോ. അതിലേറെ ടേസ്റ്റാണ്. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പം പൊളി ടേസ്റ്റാണേ. അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടില്ലേ അതിൻ്റെ പൗഡർ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. നിങ്ങൾക്ക് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ചെറി അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഡെക്കറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുത്താൽ നല്ല രസമാട്ടോ. ഞാനിപ്പോൾ കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോ. ഞാനിപ്പോൾ ഇതിന് ഫ്രിഡ്ജിലേക്ക് 2 മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കട്ടൻ ചായ പറ്റൂല, വലിയ മുതലാളിയാ. മണ്ണും മണലൂട്ട് വേര് കട്ട് ചെയ്യണല്ലേ. ഈ പുല്ലിന് എന്താ പറയാ, എന്തൊരു പേര് പറഞ്ഞല്ലോ, ഒരു ചൈനീസ് പറഞ്ഞു. ചെളിയായതാ അല്ലേ? ചെളിയതാ. ഇതിങ്ങനത്തെ ഇത് കട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള വേരുകളെ വലിയ വേര് ഇതിനെ കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുറ്റത്ത് ഗ്രാസ് നട്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം.
ഈ ഒരു ഗ്രാസ് നമ്മൾ നടുന്ന സമയത്തില്ലേ അതിങ്ങനെ ഫില്ലായിട്ടല്ല കേട്ടോ വെച്ച് കൊടുക്കുക, മറ്റേത് നടുന്നത് ഇതിങ്ങനെ നമ്മൾ ചെടി നടുന്ന പോലെ അങ്ങനെ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് അവിടെ നിന്ന് സ്പ്രെഡായിട്ട് വരികയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഇവരിത് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന അഷ്റഫ് കേട്ടോ നമുക്ക് ചെയ്തു തന്നെ. അപ്പോൾ അവരിത് ചെയ്യുന്ന സമയത്ത് അടി ഇങ്ങനെ കുറച്ചിങ്ങനെ മണ്ണിങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ആദ്യത്തെ പുല്ലിൻ്റെ ആ ഒരു വേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വീണ്ടും അടിയിൽ നിന്ന് വരണ്ടാന്ന് വിചാരിച്ചിട്ട്, നമുക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് വീണ്ടും വരുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മണ്ണ് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ആ മണ്ണ് ഇളക്കിയിട്ട് അതിലാണ് കേട്ടോ അത് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്വന്തം ചെയ്യുന്നവരാണെങ്കിൽ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. പിന്നെ അത് റെഡിയായി സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുറ്റം കഴുകിയത് എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇത് നമ്മളെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4:30 ആയപ്പോഴത്തേക്കും അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ മതിലിൻ്റെ മുൻഭാഗം അവിടെയും ജസ്റ്റ് ഒറ്റ കോട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു വൃത്തികേട് പോകാൻ വേണ്ടിയിട്ട് മാത്രം, അങ്ങനെ ഡീറ്റെയിലിംഗ് ഒന്നും ആയിട്ട് ചെയ്തിട്ടില്ല. കബോർഡിൻ്റെ ഉള്ളിലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഓൾറെഡി പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചതല്ലേ, അത് നമ്മൾ തൊട്ടിട്ടേ ഇല്ല. അതൊക്കെ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്ലോറൊക്കെ ഒന്ന് തുടച്ച് തന്നാൽ മോപ്പ് ഉപയോഗിച്ചല്ല, തുണി ഉപയോഗിച്ചിട്ട് തുടക്കണ്ടേ. അങ്ങനെ ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഒന്നൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇനി കൗണ്ടർ ടോപ്പുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ആക്കണമെന്ന്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ, വേവിക്കാനുള്ളതൊക്കെ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ഡിലേ ആയി പോകില്ലേ. ഇപ്പം സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ രാത്രിയിലേക്കാണ് വരുന്നത്, പക്ഷേ എല്ലാം ആയി കിട്ടണ്ടേ. അപ്പം അങ്ങനെ വാവനോട് ഞാൻ വെളുത്തുള്ളി തൊലി കളയാൻ പറഞ്ഞിട്ട് ഞാൻ വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പുള്ള സാധനങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാനിപ്പോൾ ചെയ്യുന്നത് ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷേ ഇന്ന് പകൽ അങ്ങനത്തെ ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കൊരു വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യണ്ടേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്ന് മൈൻഡിലൊന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് വേവുന്നുണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ഉള്ളി തക്കാളി അങ്ങനത്തതൊക്കെ ക്ലീൻ ചെയ്തല്ലോ. ഇനിയിപ്പോൾ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ എല്ലാം ക്രഷ് ചെയ്തും എല്ലാം കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് അടുത്തതും വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് രണ്ടും വേവിക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിയും അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഫ്രീ ആണ്. ഇനി പിന്നെ മസാല ഉണ്ടാക്കലല്ലേ, അപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് വെന്ത് റെഡിയായിട്ട് വരുന്ന വരെ ടൈമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കിച്ചൺ ഓർഗനൈസ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ലേ അതൊക്കെ. അപ്പം ഞാൻ ബീഫ് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ വെന്തിട്ടില്ല, ഒന്നുകൂടെ വേവാനുണ്ട്. അപ്പോൾ അത് തിരിച്ച് പിന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് ബിരിയാണി ചെയ്യുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല, വെന്തുടഞ്ഞു പോയാലും ഒന്നിനും പറ്റില്ല കേട്ടോ. ബീഫ് മട്ടനൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇപ്പോൾ 2.5 കിലോ ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. എന്നാലും നമ്മളൊന്ന് കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കുക. എന്നിട്ട് ഓഫാക്കിയിട്ട് നോക്കിയിട്ട് വെന്താൽ കുഴപ്പമില്ല, വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെക്കുക. വെന്തളിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. രണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ലാണ്ട് നമ്മളില്ലേ ഈ ബീഫോ മട്ടൺ ഏതായാലും കറക്റ്റ് ആവാതെ നമ്മൾ എന്ത് ബിരിയാണിമേ കളിച്ചിട്ടും കാര്യമില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് വരില്ല. നമ്മൾ മസാലയൊക്കെ നല്ല അടിപൊളിയാക്കി ഉണ്ടാവും, പക്ഷെ നമ്മൾ ബീഫ് വേവ് കുറവാണെങ്കിലേ അതെല്ലാം അതിൻ്റെ മുകളിൽ പോകും. ഒരു ടേസ്റ്റും നമ്മുടെ ചോറിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഈ മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണിയൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടോ. ആ ഒരു ടിപ്പ് നിങ്ങളെടുത്തോ. ചിക്കൻ പിന്നെ നമ്മൾ എന്തായാലും ചിക്കൻ വേവാണ്ട് പ്രശ്നം എന്തായാലും വരില്ലല്ലോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ മസാല ഒന്ന് റെഡിയാക്കട്ടെ. പിന്നെ അവർ വന്നാലും കുഴപ്പമില്ല, ചോറ് ഞാൻ കുക്കറിലല്ലേ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മസാല റെഡിയാക്കി കഴിഞ്ഞിട്ട് സെറ്റായി, കുഴപ്പമില്ല. ഇനി ഇതിവിടെ വെച്ചിട്ട് മഗ്‌രിബ് നിസ്കരിച്ച് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ചോറ് പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിതിൻ്റെ ഇടയിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളത് മസാലയൊക്കെ ഒന്ന് പരക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ആ ഒരു സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതിപ്പോൾ ഞാൻ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ. പിന്നെ ചോറിട്ട് കുക്കറിലായിരുന്നു, അത് രണ്ടും ദമ്മിട്ടു. അപ്പോഴത്തേക്കും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല, ചിക്കൻ ഫ്രൈ ചെയ്യാനേ ഉള്ളൂ.
ഒന്നുകൂടെ കാണിക്ക്. എന്നെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ആ എന്ത് അത് വേണോ? എന്തിൻ്റെ? എന്തിൻ്റെതാ അല്ലേ? കപ്പ വന്നല്ലോ, നോക്കി നോക്ക്. അല്ല റഫീഖ മുഹമ്മദേ പപ്പടെ അതാ അതാ അതാടാ ഓടണ മുഹമ്മദ്. പപ്പാന്ന് ഇത് പപ്പതാ. അതൊക്കെ സേഫ് ആയിട്ട് വെച്ചോളൂ. റൂം ഏതാ? എൻ്റെ പുറക്കാരാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉപ്പയും ഉമ്മയും ആങ്ങളെയും മക്കളും പിന്നെ ഏട്ടത്തിയും മക്കളും ഇവരൊക്കെയാണ്. ഒരാങ്ങളെയും ഫാമിലിയും വന്നിട്ടില്ല കേട്ടോ. കാരണം ഓന് വീട്ടിൽ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓന് വരാൻ പറ്റിയില്ല, വന്നിട്ടില്ല. പൊരിച്ചെന്തേലും ഉണ്ടോ അവിടെ? ഇച്ചിരി തന്നെ. ഓനപ്പോരും ബിരിയാണി വിളിച്ചു. കുഞ്ഞിപ്പാക്ക പറയണേ ബിരിയാണി ആയുധം മാറുന്നില്ല. ഈ ബിരിയാണി ഇതുപോലത്തെ മാഷാ അല്ലാ, നമ്മളെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കഴിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് ഒത്തുകൂടുമ്പോൾ അതൊരു പ്രത്യേക വൈബല്ലേ. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാവരും വീട്ടിലും പണിയും പണിത്തിരക്കും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ. ഇവിടെയൊക്കെ എല്ലാവരും വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരും പകുതി വഴിയിലൊക്കെ നിർത്തിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇപ്പോൾ കൂടുമ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ പറയാനുള്ളൂ. സാധനം വാങ്ങിയോ, ക്ലീനിങ് കഴിഞ്ഞോ, അങ്ങനത്തെ ഓരോരോ വർത്തമാനങ്ങളാണ് കേട്ടോ. നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമുക്കുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ അതിന് ശേഷം പോകാനായപ്പോഴാട്ടോ നമ്മൾ പുഡിങ് എടുത്തത്. പുഡിങ്ങൾ എടുത്തതേ ഓർമ്മ ഉള്ളൂ കേട്ടോ.
നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കഴിക്കുക ചെയ്തത്. അതിൻ്റെ ഇടയിലൂടെ ഞാൻ വീഡിയോ എടുത്തതാണേ. ഞാൻ പുഡിങ് ഉണ്ടാക്കണ്ടയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ സംശയത്തിലുണ്ടാക്കിയ കാര്യം. ഇപ്പോൾ 2 ദിവസമായിട്ട് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, രാത്രിയിലും ഉണ്ട് രാവിലെയുണ്ട്. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും വിഷയമല്ല കേട്ടോ. പിന്നെ വേറെയുള്ള നാട് പോലെയല്ല, നമുക്കിങ്ങനെ തണുപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേഗം കോൾഡ് വരും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മളങ്ങനെ കൊടുക്കലില്ല. ഈ പറയുന്നത് എനിക്കറിയാം. ഈ തണുപ്പത്തെ അനക്ക് പറ്റുമോ? അങ്ങനെ എല്ലാവരും പോയിട്ടാ തിരിച്ചു പോയി. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിടന്നുറങ്ങുക സുഖമായിട്ട്. ഇതില്ലേ, ഇത് വേറൊരു ദിവസം നമ്മൾ തിരൂര് നമുക്കൊരു കല്യാണമുണ്ട്, അവിടെയും പോകണം. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് 2 കാര്യം, 2 അല്ല കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ റഫീക്ക നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബിൽ ഡ്രൈവ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ കൊടുക്കുന്ന തോന്നുന്നുണ്ട്, അങ്ങനെ കൊടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട്. ചിക്കൻ ബിരിയാണി കുട്ടൻ കാബിരി. കുട്ടൻ കാബിരിയെ കഴിക്കൂ. ചിക്കൻ ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി വേണ്ട. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. അതിനുശേഷം കല്യാണത്തിലേക്ക് വന്നു കേട്ടോ. ഇത് എന്താ പറയുക, നമ്മളെ തിരൂരുള്ള കല്യാണം ആയിരുന്നാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബാപ്പുട്ടി എന്നിട്ട് നമുക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ബാപ്പുട്ടീൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നേ. ഫുഡാണെങ്കിലും അതുപോലെ തന്നെ ഒരു നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, കാറ്ററിംഗ് ആണെങ്കിലും കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ബാപ്പുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ തന്നെയാണ് സംഭവം. അപ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ നല്ല പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ബാബു ഇവിടെ ഇല്ല കേട്ടോ, ബാബു ഗൾഫിലാണ്. ബാബുവിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നമ്മൾ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നോക്കട്ടെ. നമുക്ക് കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ബാബുവിൻ്റെ മക്കൾ നിങ്ങൾക്ക് ഇവരെ ഓർമ്മയില്ലേ? അപ്പോൾ ഇവർക്ക് 2 നമ്മൾ കണ്ടപ്പോഴല്ലേ, ഇവർക്ക് നമ്മൾ 2 അറിയാം, മറന്നിട്ടൊന്നുമില്ല കേട്ടോ, ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് പരിചയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ബാപ്പുട്ടി. അങ്ങനെ അവരോട് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി. അപ്പോൾ ഇതാണ് കേട്ടോ ബാപ്പുട്ടി. ഇനിയിപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങട്ടെ. നമുക്ക് കുറേ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഹാളിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നേ, ഷാദി മഹൽ ഓഡിറ്റോറിയം. അപ്പം അങ്ങനെ
ഈ കല്യാണത്തിന് വരിട്ടാ ജൂലൈയിലാണ്. അപ്പോൾ ഇതില്ലേ, ഇത് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സാണേ. പിന്നെ മലപ്പുറം വേങ്ങരയാണ് ഇവരുടെ വീട് വന്നിട്ട്. അപ്പം നമ്മളവിടെ വന്നതാണ്. ഇവർ വയനാട്ടിൽ വന്നപ്പോൾ നമ്മളെ തേടി പിടിച്ച് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് മര്യാദക്ക് സംസാരിക്കാനോ ഒന്നിനും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വഴി വരികയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇവരെ വീട്ടിലേക്കും വന്നതാണേ. സുഫൈറ അഷ്റഫ് കേട്ടോ അവരെ പേര് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം ഒന്ന് സംസാരിച്ചൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ നമ്മൾ അടുത്തൊരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഇത് മൂന്നിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്നറിയില്ല. മലപ്പുറം മൂന്നിയൂർ കേട്ടോ. ഏകദേശം അടുത്ത് തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റലും ഇതും ഈ വീടും മറ്റേ വീടും ഒക്കെ ആയിട്ട് ഏകദേശം കുറേ ഇല്ല എന്നാലും. അപ്പോൾ അവിടെയും വന്നതാട്ടോ. നമ്മൾ മുന്നേ ഞാൻ റസീന എന്ന് പറഞ്ഞിട്ടുള്ള അവരെ റെസിപ്പി 2 സ്പെഷ്യൽ റൈസ് റെസിപ്പി അവർ നമുക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും ഞാനത് പറയുമ്പം. അപ്പോൾ അവരെ വീട്ടിലാട്ടോ നമ്മൾ വന്നിട്ടുള്ള. അവിടുത്തെ ചെറിയ മോനാട്ടത്. അവിടെ അവരെ ഏട്ടനനിയന്മാർ വീടൊക്കെ അടുത്തടുത്താട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു. അവരെ ഉപ്പാനോടൊക്കെ കുറച്ച് സമയം സംസാരിച്ചിരുന്നു. ശേഷം അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. ഇതിപ്പോൾ ഇല്ലേ, ഇത് കോഴിക്കോട് ബൈപ്പാസിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോറീസ് ഇല്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ജംഷിക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഗിഫ്റ്റ് കിട്ടിയോന്ന്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഈ യാത്ര തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കയറുക എന്നുള്ളതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റഫീഖാനോട്, ഇപ്പം എനിക്ക് ഇത് മതി എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഡ്രസ്സ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്രോക്കറി ഐറ്റംസ്, പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള വെറൈറ്റി സംഭവങ്ങൾ കേട്ടോ. അത് പിന്നെ ചെടികൾ. ഇത് മൂന്നിൽ ഏതാ വേണ്ടത് വെച്ചാൽ ഞാൻ കൺഫ്യൂഷൻ ആവും കേട്ടോ. പിന്നെ ഇപ്പം എനിക്ക് വേണ്ടത് ഇതായതുകൊണ്ട് ഞാൻ റഫീഖാനോട് ഇത് മതി എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ പോയ സബ്സ്ക്രൈബേഴ്സിൻ്റെ 2 ആളെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറയും മലപ്പുറം വന്നിട്ട് ജംഷി അവിടെ വന്നില്ല, ഇവിടെ വന്നില്ല, എൻ്റെ അടുത്ത് വന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ ആരുടെയും വീടും കാര്യങ്ങളും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അറിയുന്ന കണക്റ്റായിട്ട് കിട്ടിയ ഒരു 2 സ്ഥലത്ത് ഞാൻ പോയിന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേര് ഇനിയും പറയലുണ്ട്, കോണ്ടാക്ട് ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് നടക്കില്ലല്ലോ അങ്ങനെ. പിന്നെ നമ്മളെ ഫാമിലിയിൽ തന്നെ ഒരു സുഖമില്ലാത്ത ആളടുത്ത്, ഒരു ഉമ്മാൻ്റെ അടുത്ത് കയറാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ സ്റ്റോറീസിൽ കയറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ആ ഒരു ക്യാൻഡിൽ, അതുപോലെ തന്നെ അത് വെക്കുന്ന ആ ഒരു ഗ്ലാസ്, അത് പിന്നെ അങ്ങനത്തെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് ഈ വീഡിയോ തരാൻ വിട്ടുപോയതാണ്. പിന്നെയാണ് ഓർത്ത ഈ വീഡിയോ തന്നിട്ടില്ലല്ലോ എന്ന്. ആ ഒരു സെറാമിക്കിൻ്റെ ആ ഒരു ക്യാൻഡിൽ വെക്കുന്ന സംഭവമല്ലേ, അത് ഞാൻ ഇവിടെ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ. ഞാൻ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാ ഇങ്ങനത്തെ ഓരോരോ ഐറ്റംസ് കിട്ടാം. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേട്ടു സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറേ സംഭവങ്ങളൊന്നും എടുക്കില്ലല്ലോ. ഒരു കൊല്ലത്തിൽ എന്തെങ്കിലും 1-2 വെറൈറ്റി പീസൊക്കെ അല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നിട്ട് എനിക്കിഷ്ടമുള്ള 1-2 എടുത്ത് പോകലുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും നമുക്കൊന്നും എടുക്കാനും കഴിയില്ല. അപ്പോൾ ഞാനിതാ കയറിയ സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഓടിച്ച് കാണിച്ചു തരുന്നുണ്ട്. എന്നെപ്പോലെ ഇങ്ങനത്തെ ക്രേസുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കിത് എന്തായാലും ഇഷ്ടമാവും. വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ നടന്ന് കാണാനും എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളില്ലേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇവർ ഈ താഴത്തെ ഫ്ലോറിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ളിങ്ങനെ ടേബിള്, അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ ലിവിങ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ അതില്ലാത്തവരുണ്ടാവില്ല. അപ്പം അങ്ങനത്തെവർക്ക് നമുക്ക് എങ്ങനെയെന്നുള്ള വെക്കണം, അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ എനിക്ക് അങ്ങനെ അറേഞ്ച് ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ആ ഫ്ലവർ ഏരിയ അല്ലേ, അതിൻ്റെ അടുത്ത് നിങ്ങൾ മാറാൻ തോന്നൂല കേട്ടോ, പോരാൻ തോന്നൂല. അത്രയും ഭംഗിയുണ്ട് കാണാൻ. നല്ല റേറ്റും ഉണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഒരെണ്ണത്തിനാട്ടോ റേറ്റ് വരുന്നത്. അപ്പം ഞാൻ കുറേയൊന്നും വാങ്ങിയിട്ടില്ല, എന്നാലും കുറച്ച് പീസൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ അതിന് കാണിക്കുന്നില്ല കേട്ടോ. ഏകദേശം ഇപ്പം തന്നെ
ലെങ്ത് ഉണ്ട് വീഡിയോക്ക്. അപ്പോൾ ഇനി ഞാൻ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോയും ചെയ്യാം, കാണിക്കുകയും ചെയ്യാം. പിന്നെ അവിടെ ഈ ഗ്ലാസ് ഐറ്റംസ് ഇല്ലേ, ജ്യൂസ് ഗ്ലാസ് അങ്ങനത്തെ സംഭവം, പുഡിങ് സെറ്റ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇനി നമ്മൾ നേരെ വയനാട് ചുരം കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ജംഷി റെസിപ്പീസ് എന്നിട്ടുള്ള നമ്മളെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.